ഒരു ട്രേഡറിനെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ് എൻട്രി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്ട്രാറ്റജീസ് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പുൾ ബാക്കിലോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിൻ്റെ ബ്രേക്ക് ഔട്ടിലോ നമ്മുടെ എൻട്രീൻ്റെ പരിപാടി കഴിയും. പിന്നെയാണ് നമ്മുടെ ടെൻഷൻ ആരംഭിക്കുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് നമ്മളതിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ അവിടെ പ്രശ്നമില്ല. പക്ഷേ ഇത് കുറച്ച് നമ്മുടെ സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഫിറ്റ് ഇമ്മീഡിയറ്റ്ലി ബുക്ക് ചെയ്യണോ അതോ നമ്മുടെ ടാർഗറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് വരാൻ തുടങ്ങും. മിക്ക സമയത്തും നമ്മുടെ ടാർഗറ്റ് എത്തി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമായിരിക്കും വലിയൊരു ബിഗ് മൂവ് നടക്കുന്നത്. അപ്പം നമുക്ക് റിഗ്രറ്റ് അടിക്കാൻ തോന്നും, അയ്യോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സെല്ല് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലെവലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഏകദേശം ഇപ്പോൾ ഒരു 20-25% പ്രോഫിറ്റ് അല്ലേ ഉള്ളൂ, അതൊരു 50 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 200 ഇതൊരു മൾട്ടി ബാഗർ ഈ സ്റ്റോക്കിനെ കണ്ടു കഴിഞ്ഞാൽ ഇവനെ കണ്ടറിയാം മൾട്ടി ബാഗർ ആകും എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും ന്യൂസ് ഇവൻറ്റോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ ഏണിങ്സോ ഒക്കെ വന്നിട്ട് അഴേക്ക് ഇടിച്ചു കുത്തി വീഴുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ആ ഒരു പ്രോഫിറ്റ് 20% 20% ആ ഒരു സമയത്ത് ബുക്ക് ചെയ്തെങ്കിൽ അതെങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു ട്രേഡ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇതേപോലെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ആ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള റിസ്ക് റിവാർഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെല്ലിംഗ് ഇൻറ്റു സ്ട്രെങ്ത് അങ്ങനെയുള്ളൊരു മെത്തേഡുണ്ട്. അതേപോലെ തന്നെ ഡൈനാമിക് എക്സിറ്റ്, ഇത് കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള മെത്തേഡുകളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്കിവിടെ മൂവിങ് അവറേജസ് വഴി നമുക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിവറ്റ് പോയിന്റ് ബ്രേക്ക് ഡൗൺ, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുവഴി നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഫിക്സഡ് പെർസെൻറ്റ് ഡ്രോ ഡൗൺ, അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് മൂവിങ് അവറേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം മൂവിങ് അവറേജ് നമുക്ക് അറിയാം, പലതരം മൂവിങ് അവറേജ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 10, 20, 50, 100 അതേപോലെ 200 ഈ മൂവിങ് അവറേജ് ആണ്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ടൈം സ്വിംഗ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 അല്ലെങ്കിൽ 20 EMA അല്ലെങ്കിൽ SMA ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റോക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എൻട്രീൻ്റെ സമയത്ത് വളരെ ക്ലിയർ ആയിരിക്കണം എന്താണ് നമ്മൾ, അതായത് ഷോർട്ട് ടൈം ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പൊസിഷണൽ ട്രേഡ് ആണോ ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം പറയാം. ഇപ്പോൾ ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊസിഷൻ സൈസിങ് കുറച്ച് അഗ്രസീവായിട്ട് എടുക്കും. ഇപ്പം എൻ്റെ ഒരു പോർട്ട്ഫോളിയോൻ്റെ ഒരു 20 അല്ലെങ്കിൽ 25% വരെ ഞാൻ ഒരൊറ്റ സമയത്ത് ഷോർട്ട് ടൈം സ്വിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. കാരണം അവിടെ എൻ്റെ ടാർഗറ്റ് ചെറുതാണ്, ഒരു 25 അല്ലെങ്കിൽ 30% കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം വളരെ ചെറിയൊരു പ്രോഫിറ്റ് ടാർഗറ്റിലേക്ക് എൻ്റെ പൊസിഷൻ സൈസിങ് വലുതായതുകൊണ്ട് തന്നെ എനിക്ക് ആ കിട്ടുന്ന ആ ഒരു എമൗണ്ട് എനിക്ക് കുറച്ച് വലുതായിട്ട് വലിയൊരു എമൗണ്ട് എനിക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷേ അതേസമയം പൊസിഷണൽ ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഞാൻ മിക്കവാറും ഒരു 10% ഓഫ് ക്യാപിറ്റൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പം അവിടെ ഞാൻ ചെയ്യുന്നത് പലതരം ബേസ് ബ്രേക്കൗട്ട്, നമ്മൾ ആ ഒരു ഡാർവാസ് ബോക്സിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അടുത്ത ഒരു ബേസ് ബ്രേക്കൗട്ടിൽ ആ ഒരു ബോക്സ് ബ്രേക്കൗട്ട് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ വീണ്ടും ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ട് അതിനെ വേറൊരു രീതിയിലാണ് ട്രെയിൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഷോർട്ട് ടൈം സ്വിങ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊസിഷൻ സൈസിങ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പൊസിഷൻ സൈസിനെ കുറിച്ചുള്ള വീഡിയോകൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാനിത് എടുത്തൊരു ട്രേഡാണ്, ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തൊരു ട്രേഡാണ്. ഇത് കിർലോസ്കർ ബ്രദേഴ്സിൻ്റെ ചാർട്ടാണ്. അപ്പം ഈ ഒരു ബോക്സ് ബ്രേക്കൗട്ടിലാണ് ഞാൻ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അതിനുശേഷം നമുക്കിവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ ബ്രേക്കൗട്ടിൽ എൻ്റെ എൻട്രി നടക്കുകയും അതിനുശേഷം ഞാൻ ഇവിടെ ഷോർട്ട് ടൈം സ്വിങ് ആണ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഈ റെഡ് കളറിൽ കൊടുത്തേക്കുന്നതാണ് 10 ഡേ മൂവിങ് അവറേജ്. അതേപോലെ തന്നെ യെല്ലോ കളറിൽ കൊടുത്തേക്കുന്ന 20 ഡേ മൂവിങ് അവറേജ്.
പിന്നെ കൊടുത്തേക്കുന്നത് 50 ഡേ, പിന്നെ കൊടുത്തേക്കുന്നത് 200 ഡേ. അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം ആയതുകൊണ്ട് ഈ രണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10 ഡേ മൂവിങ് ആവറേജ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ നമ്മളവിടെ എക്സിറ്റ് നമ്മുടെ നടക്കും. അപ്പോൾ അതായത് നമുക്ക് വലിയൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അതേസമയം നമ്മൾ 20 ഡേ മൂവിങ് ആവറേജിലാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു മൂവിങ് ആവറേജ് ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ക്ലോസിംഗ് ബേസിസിലാണ് നമ്മൾ എക്സിറ്റ് നടക്കുന്നത്. ആ ഒരു ഡേ ഏകദേശം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തേക്കുന്നത് ഈ ഒരു 20 ഡേൻ്റെ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എക്സിറ്റ് നടക്കുന്നില്ല. നമ്മുടെ എക്സിറ്റ് വരുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ നമ്മുടെ എക്സിറ്റ് നടക്കുകയും ഏകദേശം നമുക്ക് 43% ഗെയിന് നമുക്ക് 2 മാസത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഒരു ഷോർട്ട് ടൈം ട്രേഡർ ചെയ്യുന്നത്. ആ ഒരു 10 ഡേ അല്ലെങ്കിൽ 20 ഡേ മൂവിങ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ട്രെയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 10 ഡേ മൂവിങ് ആവറേജ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഒരു രീതിയിലുള്ള എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള മൂവ്സ് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് പിന്നെ മാർക്കറ്റിന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ആയിട്ട് വരില്ല. കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 ഡേ മൂവിങ് ആവറേജ് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ 20 ഡേ മൂവിങ് ആവറേജ് ഉപയോഗിച്ചാണ് ട്രെയിൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പുൾ ബാക്ക് വന്ന് ബ്രേക്ക് ഡൗൺ നടക്കുവാണെങ്കിൽ കുറച്ചധികം പ്രോഫിറ്റ് നമ്മൾ തിരിച്ച് മാർക്കറ്റിലേക്ക് കൊടുക്കും. അപ്പം ഇങ്ങനെ എക്സ്പൊണൻഷ്യൽ മൂവ് നടന്നതിന് ശേഷം നമുക്ക് ആ ഒരു 10 ഡേ മൂവിങ് ആവറേജ് നമുക്ക് സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട് ട്രെയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ നമ്മുടെ ഈ ഒരു മൂവ് നടന്നതിന് ശേഷം നമ്മുടെ എക്സിറ്റ് ഇവിടെ നടന്നേനെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹയർ പ്രൈസിൽ നമുക്ക് ആ ഒരു എക്സിറ്റ് നടക്കും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു എക്സ്പൊണൻഷ്യൽ മൂവിന് ശേഷം 10 ഡേ ഉപയോഗിക്കുക. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനത്തെ മൂവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ഡേ മൂവിങ് ആവറേജ് ആണ് ബെസ്റ്റ് നമുക്ക് ആ ട്രെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മളൊരു പൊസിഷണൽ ട്രേഡ് ആയിട്ടായിരുന്നു എടുത്തതെങ്കിൽ നമ്മൾ എവിടെയാണ് നമുക്ക് എൻട്രി വരുന്നത്, ഇവിടെ തന്നെ ഈ ഒരു ബോക്സ് ബ്രേക്കൗട്ടിൽ നമുക്ക് എൻട്രി വരും. പക്ഷേ നമുക്ക് ഇവിടെ അടുത്ത ഈ ഒരു ക്യാൻഡിലിൽ അടുത്തൊരു എൻട്രി വന്നേനെ. കാരണം നമ്മൾ പൊസിഷണൽ ട്രേഡാണ്. ഇവിടെ ഈ ഒരു ബോക്സിൽ പിരമിഡ് ചെയ്യുന്നു, പിന്നെ നമുക്ക് ഇവിടെ ഒരു ബോക്സ് കാണാം അല്ലേ. ഈ ഒരു ബോക്സ് ബ്രേക്കൗട്ടിൽ വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ട്രെയിൽ ചെയ്യുന്ന ഏതാണ്, നമ്മൾ 50 ഡേ മൂവിങ് ആവറേജോ അല്ലെങ്കിൽ 200 ഡേ മൂവിങ് ആവറേജോ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് അടുത്തൊരു ബോക്സ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഈ ഒരു ബ്രേക്കൗട്ടിൽ നമുക്ക് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ് അനുസരിച്ച് എന്ത് തരം പ്രോഫിറ്റാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്ന വേറൊരു ട്രേഡിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ച് പൊസിഷണൽ അല്ലെങ്കിൽ കുറച്ച് ലോങ് ടൈം ട്രേഡ് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ യൂക്കോ ബാങ്കിൻ്റെ ചാർട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ബേസ് ബ്രേക്കൗട്ടിൽ നമുക്ക് എൻട്രി എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളൊരു 10% നമ്മുടെ ക്യാപിറ്റലിന് 10% ഈ സ്റ്റോക്കിലിടുന്നത്. അതിനുശേഷം നമുക്ക് സംഭവിച്ചേക്കുന്നത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മൾ 50 ഡേ മൂവിങ് ആവറേജ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രെയിൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ എൻട്രി എനിക്ക് തോന്നുന്നത് ഇവിടെ നടന്നു. അതിനുശേഷം പിന്നെ നമുക്ക് 50 ഡേ ഇവിടെ ഒന്നും വയലേറ്റ് ആകുന്നില്ല. ഇവിടെ നമ്മുടെ എക്സിറ്റ് നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി ഒരു എന്താണ് ലോങ് ടൈം കുറച്ചുകൂടി പൊസിഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു 150 അല്ലെങ്കിൽ 200 ഡേ മൂവിങ് ആവറേജോ ആണ് നല്ലത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് പിരമിഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡാർവാസ് ബോക്സിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 200 ഡേ മൂവിങ് ആവറേജ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രെയിൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വലിയൊരു പൊസിഷൻ നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ. നമുക്ക് എന്നിട്ട് ഇവിടെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്കൗട്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൽ ചെയ്യുന്നത് എവിടെയാണ്, ഈ ഒരു 200 ഡേ മൂവിങ് ആവറേജിലാണ്. അപ്പം നമുക്ക് എന്താണ് കുറച്ച് ലോങ് ടൈം വ്യൂ ഉള്ള സ്റ്റോക്കുകൾ വേണം ഇങ്ങനത്തെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ 200 ഡേ അല്ലെങ്കിൽ 150 ഡേ മൂവിങ് ആവറേജ് ഉപയോഗിച്ച് ട്രെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. ഇനി നമുക്ക് എങ്ങനെയാണ് നാച്ചുറൽ ബ്രേക്ക് ഡൗൺ അനുസരിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്ന വേറൊരു ട്രേഡിൻ്റെ എക്സാമ്പിളാണ്. ഇതെനിക്ക് തോന്നുന്നു VBLൻ്റെ ചാർട്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഡാർവാസ് ബോക്സ് മെത്തേഡ് അനുസരിച്ച് എൻട്രി ഇടുകയും നമ്മൾ പിന്നെ എന്താണ് അടുത്ത എൻട്രി ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രക്ചറൽ ബ്രേക്ക് ഡൗൺ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഹയർ ഹൈ ഹയർ ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സിറ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആ ചാർട്ടിൽ മാർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇതിൽ അത്ര ഒരു ക്ലിയർ ആയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ ആ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് ഡൗൺ വരുന്നത് ഈ ഒരു ലെവലിലാണ്. ഇവിടെയാണ് നമ്മുടെ ഒരു ഹയർ ഹൈ ഹയർ ലോ എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചർ വയലേറ്റ് ആവുന്നത്. നമുക്ക് അടുത്ത ട്രേഡ് എക്സാമ്പിൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതും നമ്മൾ ആ ഒരു പൊസിഷണൽ ട്രേഡ് അല്ലെങ്കിൽ കുറച്ച് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ ട്രെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്.
അപ്പം ഇതെന്ന് പറഞ്ഞാൽ SDBL ചാർട്ടാണ്. എനിക്ക് കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്നേക്കുന്ന സ്റ്റോക്കാണിത്. അപ്പം ഇതിൻ്റെ എൻട്രി ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഡാർവാസ് ബെക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെയൊക്കെ എൻട്രി എടുക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ട്രെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹയർ ലോയിലാണ് നമ്മൾ ആ ഒരു ട്രെയിലിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു കയറി പോകുന്ന ഒരു സ്റ്റോക്ക് അതിൻ്റെ ആ ഒരു ഹയർ ലോ, ഈ ഒരു ഹയർ ലോ എപ്പോഴാണോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പുഷ് ചെയ്തൊരു ഹയർ ഹൈ ഉണ്ടാക്കി, അതിനുശേഷം ഒരു താഴേക്ക് പുള്ള് ചെയ്ത് ഒരു ഹയർ ലോ ഉണ്ടാക്കി, അതിനുശേഷം ഈ ഒരു ഹയർ ലോ വീണ്ടും പുഷ് ചെയ്ത് ഹയർ ഹൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഹയർ ലോ റെലവൻ്റ് ആകത്തുള്ളൂ. അപ്പം ഈ ഒരു ഹയർ ലോ പുതിയൊരു ഹയർ ഹൈ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഹയർ ലോ ആണ് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത്. അതായത് ഏറ്റവും വലിയ ഹൈ ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെ നിന്നാണോ ലോ വരുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഹൈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ലോയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ മാറുന്നു. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഈ ഒരു ഹൈ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് ആ ഒരു പുഷ് വരുന്നേക്കുന്നത് നോക്കുക. അപ്പം നമുക്ക് ആദ്യം തോന്നും ഇതാണ്, ഈ ഒരു ലോയിൽ നിന്നാണ് പുഷ് വന്നേക്കുന്നത് നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഡൗണിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത് നമുക്ക് തോന്നുമെങ്കിലും, പക്ഷേ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു പുഷ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എന്താണ് ഒരു ഹയർ ഹൈ ഫോം ചെയ്തിട്ടില്ല ഇല്ലേ. അപ്പോൾ ഇതൊരു എന്താണ് ഈ ഒരു കേസ് പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചെറിയൊരു ലോ മാത്രമാണ്. അപ്പം ശരിക്കുമുള്ള പുഷ് വന്നേക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു കൺസോൾട്ടേഷൻ പോലത്തെ ഒരു റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു ലോ ആണ് ഈ ഒരു ഹയർ ഹൈൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ഹയർ ലോ. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു എക്സിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ ഈ ഒരു പിവറ്റിൻ്റെ വയലേറ്റ് ചെയ്ത് ഈ ഒരു ദിവസം ക്യാൻഡിൽ താഴേക്ക് പോയിട്ടുണ്ടെങ്കിലും അത് എൻഡിങ് ആയപ്പോഴത്തേക്ക് അത് റിക്കവർ ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു പ്രോഫിറ്റ് കുഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ അത്രയും പേഷ്യൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതൊരു വയലേറ്റ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഞാനിത് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഈ ഒരു ദിവസം തന്നെയാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. പക്ഷേ അത് റിക്കവർ ചെയ്ത് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അന്ന് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണെങ്കിലും അത് എന്താ പറയുക പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് വരുന്നതാണ് ഒരു ഫിക്സഡ് പേഴ്സൻറ്റ് റോഡാണ്. അതായത് അത് അധികം ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുമായിരിക്കും. അപ്പോൾ ഫിക്സഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എൻട്രി എടുക്കുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഒരു 10% എന്ന് വിചാരിക്കുക. അപ്പോൾ 10% സ്റ്റോപ്പ് ലോസ് ഇപ്പം നമ്മുടെ സ്റ്റോക്ക് മൂവ് ചെയ്ത് ഒരു 30% പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ പറയുന്നു ഇനി ഈ 30%ത്തിൽ നിന്ന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു 20% ഡ്രോ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 30% അത് താഴേക്ക് ഒരു 10% വന്നു. അതിനുശേഷം വീണ്ടും അത് മുകളിലേക്ക് പോയി. അപ്പോൾ ടോട്ടൽ ഒരു 50% മുകളിലെത്തി. അപ്പോഴും നമ്മൾ പറയുകയാണ് ഈ ഒരു സ്റ്റോക്ക് എപ്പോഴാണ് ഒരു ഫിക്സഡ് ആയിട്ട് 20% താഴേക്ക് ഡ്രോ ഡൗൺ കൊടുക്കുന്നത്, 20 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 30, അതൊക്കെ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് അങ്ങനെ റാൻഡം ആയിട്ടുള്ളൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ലെവൽ നമ്മൾ നേരത്തെ നിശ്ചയിച്ച് വെച്ചേക്കുന്ന ആ ഒരു ലെവൽ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് അധികം ഫോളോ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം അത് നമ്മൾ ചിലപ്പം നമ്മുടെ മൈൻഡ് ചിലപ്പം മാറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇനീഷ്യലി ചിലപ്പം 20 ആയിരിക്കും വിചാരിച്ചേക്കുന്നത് ചിലപ്പോൾ, പക്ഷേ അത് ആ ഒരു ഫോളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു പ്ലാനൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മൂവിങ് അവറേജോ അല്ലെങ്കിൽ ഇതേപോലെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ആ ഒരു ബ്രേക്ക് ഡൗൺ നടക്കുന്നതോ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.